ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്യാണ്ട് ഇതുപോലെ ഒരു വോയിസൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടാമത് തലപൊക്കി വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ വെറുപ്പിക്കാൻ തന്നെ പറയാം. അപ്പോൾ എന്താ പറയുക, കുറച്ച് നാൾ എന്നാൽ ഞാൻ അവസാനമായിട്ട് വീഡിയോ ഇട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. കുറേയായി, ഒരു 1 ഇയർ എൻ്റെ മേലെ ഉണ്ടാവും. എന്താ പറയുക, ഞാൻ നമുക്ക് അപ്പം വെച്ച വായ അപ്പം തന്നെ കൊലക്കണം എന്നുള്ളൊരു മൈൻഡുള്ളതുകൊണ്ടായിരിക്കണം, ക്ഷമ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം എനിക്കിങ്ങനെ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ ആരും നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യണില്ല. സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഒട്ടും കൂടുന്നേ ഇല്ല. 2 ആഴ്ച കൂടുമ്പോൾ ഒരാൾ കിട്ടി അങ്ങനെയൊക്കെയായിരുന്നു പോയിരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് മടുത്ത് തുടങ്ങിയെന്ന് തന്നെ പറയാം. ഭയങ്കര ഇൻട്രസ്റ്റോടെ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ. പിന്നെ അത് എന്തൊക്കെയോ കാരണം കൊണ്ട് മടിയെന്ന് തന്നെ പറയാം. നമുക്ക് ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ് യൂട്യൂബിൽ. അത് ചെയ്തവർക്കേ അറിയാവൂ. ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഒന്നാമത് ഇതിനെക്കുറിച്ച് ഒരു കുന്തം അറിയാത്തവരാണെങ്കിൽ കഷ്ടപ്പാടാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ എന്തെടുക്കണം, എങ്ങനെ എടുക്കണം, ഏതൊക്കെ തരത്തിൽ ക്യാമറ വെക്കണം. എൻ്റെ ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് കുറച്ച് തല്ലിപ്പൊലി ക്യാമറ ആയിരുന്നു. ഒരുമാതിരി നരച്ച മട്ടിലുള്ള വീഡിയോ ആയിരുന്നു കിട്ടിയിരുന്നത്. എന്നാലും അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്തിരുന്നു. എന്താ പറയുക, കഷ്ടപ്പെട്ടൊരു ട്രൈപോഡൊക്കെ വാങ്ങിച്ച് അതിലൊക്കെ വെച്ച് എത്ര പ്രാവശ്യമാണ് എൻ്റെ ഫോണൊക്കെ നിലത്ത് വീണെന്ന് എനിക്കല്ലാണ്ട് അറിഞ്ഞൂടാ. എന്നാലും അതൊക്കെ വെച്ച് ഞാൻ എടുത്തൊരു വിധത്തിൽ സെറ്റപ്പ് ആക്കി വെക്കുമെങ്കിലും ഒരാളും എൻ്റെ വീഡിയോസ് കാണുന്നില്ല. പിന്നെ എന്താ പറയുക, ചെറുതായിട്ട് മടുപ്പ് തുടങ്ങി. എൻ്റെ വീഡിയോസ് ആരും കാണുന്നില്ല. ഞാനാണെങ്കിൽ തല കുത്തി മറിഞ്ഞ് ഏതൊക്കെയോ ചാനലൊക്കെ പോയിട്ട് കമൻറ്റ് ചെയ്ത് ആരൊക്കെയൊക്കെ അങ്ങോട്ട് തിരിച്ച് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യും, അപ്പോൾ ഞാൻ കൊണ്ട് പറയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് കിട്ടി. ആ വിധത്തിലൊക്കെ ആയിരുന്നു മുന്നിൽ തള്ളി പോയിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്ന സമയത്ത് എന്താ പറയുക, പിന്നെ എങ്ങനെയൊക്കെയോ മടിയെന്നും പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ടീച്ചിങ് സെക്ഷനിലോട്ട് പോയി, ഒരു ഓൺലൈൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ആ ഒരു മേഖലയിലോട്ടായിരുന്നു എൻ്റെ ഫോക്കസ് മൊത്തം. അങ്ങനെ ഞാൻ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് ഞാനും അങ്ങനെയൊക്കെ ആയിട്ട് പോവുമായിരുന്നു. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയപ്പോൾ ചെറുതായിട്ട് ബോറടിച്ച് തുടങ്ങിയെന്ന് തന്നെ പറയാം. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. ഇഷ്ടംപോലെ പണിയും കാര്യങ്ങളും കുട്ടികളെ നോക്കാനൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് വെറുതെ ഇരിക്കുന്ന ഒരു സമയമുണ്ട്, ഭയങ്കര ബോറടിയാണ്. നമുക്ക് എന്തൊക്കെയോ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണ് എനിക്ക്. എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന്, മറ്റുള്ളവരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാനുമില്ല. ആ ഒരു ഫീൽ അടിച്ചപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പൊടി തട്ടിയെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ ഒരാഴ്ചയായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എവിടെയും പോയി അരക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ആ ഡ്യൂട്ടി മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. എവിടെയും പോയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ വീഡിയോസ് കാണുമോ എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് കൂട്ടി തരുമെന്നൊന്നും പോയിട്ട് എവിടെയും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ നമ്മളുടെ ഡ്യൂട്ടി ഇവിടെ ചെയ്താൽ മതി എന്നുള്ളൊരു പാഠം ഞാൻ പഠിച്ചു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇപ്പോൾ വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ തുടങ്ങുകയാണ് രണ്ടാമത്. അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട. ഇതുപോലെ പൂവും കായും ചെടിയൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ താത്തായുടെ വീട്ടിൽ നിന്ന് കടം മേടിച്ച ഒരു ചെടി എന്ന് തന്നെ പറയാം. അവിടെ വീട്ടിൽ പോയപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കുക എന്തെങ്കിലും ഒരു ഫ്രെയിം വേണമല്ലോ എന്ന് കരുതി അവിടെ പോയി ഷൂട്ട് ചെയ്ത് അത് കാണുമ്പോഴാവും താത്ത പറയുന്നുണ്ടാവുക, ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കാത്തവൾ ചെടിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ തീരുമാനമായി. അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ തുടർന്നും ഇത്രയും നേരം എൻ്റെ വോയിസ് കേട്ടതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ആരും എന്താ പറയുക, എന്തായാലും ഇത്രയും നേരം കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു വീഡിയോ ഇത്രയും നേരം എത്തിയത്. ഓക്കെ, അപ്പോൾ അതിലൊരുപാട് സന്തോഷം. ഒരാളെൻ്റെ വീഡിയോ കാണാമെന്നുണ്ടാവുമെന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണത് കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഓക്കെ, ബൈ. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് കാണാം കേട്ടോ.